ഒന്നും ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, നമ്മൾ ഇത്ര കാലമായിട്ട് യേശുദാസിന്റെ പാട്ടിനോ ഹരിവരാസത്തിനോ നമ്മൾ ജാതി മതം കണ്ടിട്ടില്ല. ഏറ്റവും പ്രസിദ്ധമായ ഒരുപാട് പാട്ടുകൾ നമ്മുടെ യേശുദാസിന്റെ ആ ഒരു കണ്ഠത്തിൽ നിന്നാണ്, ആ സ്വരത്തിൽ നിന്നാണൊക്കെ വന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ക്രിസ്ത്യനാണ് വേണമെങ്കിൽ യേശുദാസ്. അദ്ദേഹമാണ് എന്താണ് ഒരു നേരമെങ്കിലും കാണാതെ വീയന്റെ എന്നൊക്കെ പാടിയത് അല്ലേ? ഒരു നേരമെങ്കിലും കാണാതെ വീയന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. അതിഗംഭീരമായിട്ടുള്ള ഒരു ആലാപന. അത് പാടിയത് അദ്ദേഹമാണ്. അങ്ങനെയാണെങ്കിൽ ശശികല ടീച്ചർമാരുടെ ഈ ഒരു തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ നാളെ മുതൽ യേശുദാസിന് ഏതെങ്കിലും ഹിന്ദു ഭക്തിഗാനം പാടാൻ പറ്റുമോ? ഇനി അത് വേണ്ട, ഇവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ഒരുപാട് പാട്ടുകാരുണ്ട്, അവർക്ക് ഇനി വല്ല ഹിന്ദു ഭക്തിഗാനം പാടാൻ പറ്റുമോ? ഇനിയിപ്പോ വല്ല ഹിന്ദുക്കൾക്ക് തന്നെ ഏതെങ്കിലും ഒരു മുസ്ലിം പാട്ട് പാടാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവർ വളരെ പതുക്കെ 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 ഇവരുടെ ഫേസ്ബുക്കിലൂടെ എഴുതി എന്തോരം വർഗീയതയാണ് ഇവർ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു ഭീകരതയാണ്.